ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണ് ഇന്നലെ രാത്രി കൽപ്പറ്റയിൽ നിന്ന് ഈ ടൗൺഷിപ്പ് സന്ദർശിച്ച് പോകാം എന്ന് തീരുമാനിച്ചത്. ബാംഗ്ലൂരിൽ കണ്ട കാഴ്ച 300ഓളം കുടുംബങ്ങളെ അതിനിഷ്ഠൂരമായി അവരുടെ വീടുകൾ മുഴുവൻ തച്ച് തകർത്ത് ബുൾഡോസർ വെച്ച് നിലംപരിശാക്കി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അവസ്ഥയാണ്. അവരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അതോടുകൂടിയാണ് പ്രശ്നം ചൂടുപിടിച്ചത്. ഇന്നലെ ഞങ്ങൾ ചെല്ലുന്നതുവരെ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കോർപ്പറേഷൻ കൌൺസിലർ അവിടെ പോയിട്ടില്ല. സ്ഥലം MLA കൂടിയായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി കർണാടകയുടെ വളരെ ശക്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു MP പോയിട്ടില്ല. A റഹീം MP DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മിനിയാൻ അവിടെ പോയി. ഇന്നലെ ഒരു MLA ആദ്യമായിട്ട് അവിടെ എത്തുന്നത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CPIMന്റെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഉള്ളവനാണ്. CM ഇബ്രാഹിം സാഹിബും കേന്ദ്രമന്ത്രി ആ കാര്യം പറയുക തന്നെ ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു MLA ഇങ്ങോട്ട് വരുന്നത്. ഈ ആളുകളെ മുഴുവൻ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവരുടെ വീടുകൾ തകർത്തിട്ട് 8 ദിവസം കഴിഞ്ഞു. ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഇന്നലത്തോടു കൂടിയിട്ട് അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണർന്നിട്ടുണ്ട്. കർണാടക ഗവൺമെന്റ് അവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഞാൻ ഇന്നലെയും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. 2 വികസന സംസ്കാരങ്ങളാണ് സത്യത്തിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ 200ഓളം വീടുകളുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 200ഓളം വീടുകളുടെ വാർപ്പ് കഴിഞ്ഞു. 300ലധികം വീടുകളാണ് ഇവിടെ പണിയുന്നത്. 5 സോണുകളിലായിട്ടാണ് പണിയുന്നത്. വീടുകളുടെ നിർമ്മാണമൊക്കെ 1500 തൊഴിലാളികൾ രാപ്പകൽ ഭേദമന്യേ പണിയെടുത്തിട്ടാണ് പുരോഗമിക്കുന്നത്. സർക്കാരിന്റെ സംവിധാനത്തിൽ നിന്ന് കുറച്ചാളുകളെ അടർത്തിയെടുത്ത് ചില സംഘടനകൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഈ ടൗൺഷിപ്പിൽ എന്തൊക്കെയാണോ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, സമാനമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ കൂട്ടി കൊണ്ടുപോയി അവരുണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഒരുക്കി കൊടുക്കണം. ഇവിടെ ഈ 160 ഏക്കർ സ്ഥലത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ 12 മീറ്റർ വീതിയുള്ള വലിയ റോഡാണ് പോകുന്നത്. അതിന് പുറമെ 11.5 കിലോമീറ്ററാണ് ഇന്റേണൽ റോഡ്. 5.5 മീറ്ററിൽ അത് ടാർ ചെയ്തിട്ടുള്ള റോഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡ് ഇവിടെ നിർമ്മിക്കുന്നത്. ഒരു 7 ഫുട്ബോളിന് യോജ്യമായിട്ടുള്ള ഗ്രൗണ്ട് ഈ ടൗൺഷിപ്പിൽ ഉണ്ടാകുന്നു. ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാകുന്നു. അംഗനവാടി ഉണ്ടാകുന്നു. ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാകുന്നു. 10, 15, 20 വീടുകൾക്ക് എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഒരുമിച്ചിരിക്കാൻ കളിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു. ഇതൊക്കെ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. വെറുതെ വീട് കയറ്റിക്കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. സർക്കാരിന്റെ സംവിധാനത്തിൽ നിന്ന് അവരെ പിടിച്ചു വലിച്ചു പല കാര്യങ്ങളും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവസാനം ഇതാ കിടക്കുന്ന വീട് എന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണെങ്കിൽ അതിനെ ശക്തമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നേരിടും. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത്, ഇവിടെ എന്തൊക്കെയാണോ സൗകര്യങ്ങൾ, സമാനമായ സൗകര്യങ്ങൾ, ഇവിടെ ഇപ്പോൾ ഓരോ വീട്ടിനും റോഡുണ്ട്. എല്ലാ വീടും റോഡിനോട് ഫേസ് ചെയ്തിട്ടാണ്, അഭിമുഖമായിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പണിയണം. ചതുപ്പ് നിലത്ത് ആളുകൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന രൂപത്തിൽ ഉണ്ടാവരുത്. പിന്നെ ഇവിടെ ഓരോ വീടിന്റെയും പിൻഭാഗമൊക്കെ വളരെ കെട്ടി സംരക്ഷിക്കുന്നുണ്ട്. വലിയ ഗർത്തങ്ങളുണ്ട്. അതൊക്കെ തന്നെ കെട്ടി സംരക്ഷിച്ചാണ് ഇവിടെ വീടുകളുടെ പണി പുരോഗമിക്കുന്നത്. എന്നാൽ നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു പുഴ പോലെ ഒഴുകുന്ന വലിയ കുണ്ടുള്ള ഒരു സ്ഥലം ആണല്ലോ അത്. അവിടെ അവര് മതിൽ കെട്ടിക്കൊടുക്കണം. മതിൽ കെട്ടി ഉയർത്തി സംരക്ഷിക്കണം ആ ഭാഗം. അതല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അതിൽ വീണുപോകുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പൊ അതൊക്കെ എല്ലാ സംഘടനകളും കരുതലായിട്ട് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ്സുകാർ 100 വീടിന്റെ
നിർമ്മാണ പ്രവൃത്തി ഇന്നലെ തുടങ്ങും, ഫൗണ്ടേഷൻ സ്റ്റോൺ ഇന്നലെ ഇടും എന്ന് പറഞ്ഞതാണ്. അവര് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ആ സ്ഥലം പോലും അവർക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നെബുക്കദ്നസറിന്റെ ഒരു ഹാങ്ങിങ് ഗാർഡൻ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. തൂങ്ങിക്കിടക്കുന്ന, ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം. അങ്ങനെ വല്ല മാജിക്കും കോൺഗ്രസുകാർക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന ഗാർഡനെ പോലെ, പൂന്തോട്ടത്തെ പോലെ ഒരു ടൗൺഷിപ്പ്, 100 വീടുകൾ അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ, ആകാശത്ത് നിർമ്മിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടോ എന്നുള്ള വിവരം എനിക്കറിയില്ല. എവിടെ വീട്? ആളുകളുടെ അടുത്ത്